എങ്ങനെയുണ്ട്? സീരിയസ് കണ്ടീഷനിലാണ്. ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല. സീതേച്ചി നമ്മുടെ കൈവിട്ടു പോയി ഇന്ദിരേട്ടാ. നീ കാര്യം പറ മോളെ. ഏട്ടൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ഒന്നും സീതേച്ചി കേക്കില്ല. രാമേട്ടന്റെ അമ്മ വന്ന് വിളിച്ചപ്പോ സീതേച്ചി കൂടെ ഇറങ്ങി ആശുപത്രി പോയി രാമേട്ടനെ കാണാൻ. പോവണ്ടെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. അതാ ഞാൻ പറഞ്ഞത് കൈവിട്ടു പോയിന്ന്. ഇക്കണക്കിന് പോയാ സീതേച്ചി ഇന്ദിരേട്ടനെ ചതിച്ച് രാമേട്ടന്റെ കൂടെ പോവും. ഹലോ ഹലോ ഇന്ദിരേട്ടാ, ഹലോ ഹലോ. കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് എന്താ കാര്യം? എല്ലാം തകർന്നില്ലേ? എങ്ങനുണ്ട്? സീരിയസാ. പ്രാർത്ഥിച്ചതും ചികിത്സിച്ചതും ഒക്കെ വെറുതെ ആക്കിയല്ലേ? നീയൊക്കെ എന്തിനാ പെണ്ണെ ഇവനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടത്? ഏതൊക്കെ ചികിത്സയും എന്തൊക്കെ തരം പ്രാർത്ഥനയായിരുന്നു. കഷ്ടപ്പെട്ട അസുഖം മാറ്റിച്ചിട്ട് ഇപ്പൊ എന്തോ കിട്ടി? നിനക്കും ഒരു ജീവിതം കിട്ടിയില്ല. അയാളതെ ജീവൻ ഒടുക്കാൻ അങ്ങ് തീരുമാനിച്ചു. തൃപ്തിയായല്ലോ. മനസ്സുകൊണ്ട് ഞാനും മരിച്ചു മാഡം. അതെ, ഇയാൾക്കൊക്കെ വേണ്ടി ജീവിച്ച് സമയം കളയാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്ക് പെണ്ണെ. ദേ വരുന്നു അടുത്ത ആള്. ഒരു കാര്യം ചെയ്, രണ്ടുപേരും കൂടി അങ്ങ് തമ്മിലടിക്ക. അപ്പോഴേക്കും അകത്ത് കിടക്കുന്നവന്റെ കാര്യം ഏതാണ്ട് തീരുമാനമാവും. എന്താ മോനെ വല്ലാതെ? ആകെ ഒരു മോശപ്പെട്ട അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ അമ്മയോട് രാമൻ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന്? ജീവിക്കണ്ടെന്ന് തോന്നിക്കാണും. അതിന് നമുക്കെന്താ? എന്റെ ജീവിതത്തിലൊരു കരടാവൻ. ഒഴിവാക്കിയാലും ഒഴിവായി പോകാത്തൊരു ബാധ. ഇപ്പൊ എന്തുപറ്റി ഇങ്ങനെയൊക്കെ പറയാൻ? സീത വിളിച്ചു പറഞ്ഞു എന്നോട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവനെ കാണാൻ പോവാന്ന്. ഞാൻ സമ്മതിച്ചില്ല. പക്ഷേ എന്താ? അവളുടെ മനസ്സിന്റെ കോണിലെവിടെയോ ഇപ്പോഴും അവനുണ്ട്. വാക്കുകളിലെ അർത്ഥങ്ങളിൽ ഞാനത് തിരിച്ചറിയുന്നുണ്ട്. നിന്റെ തോന്നലായിരിക്കും മോനെ. തോന്നലായിരിക്കും. പക്ഷേ പല തോന്നലുകൾക്കും സത്യങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്. നീ ഇങ്ങനെ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥമൊന്നും കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അർത്ഥം മനസ്സിലാക്കാൻ മാത്രം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും മനസ്സിലൊരു ആശങ്ക ചെറുതായിട്ടൊന്ന് മുറിപ്പെട്ട പോലെ.
പേഷ്യന്റിന് ബോധം തെളിഞ്ഞു തുടങ്ങി. രക്ഷപ്പെട്ടു അല്ലേ ഡോക്ടറെ? പ്രതീക്ഷിക്കാം, പക്ഷേ ഉറപ്പൊന്നും പറയാറായിട്ടില്ല. അല്ല, ഇതിലാരാ സീത? ഞാനാണ്. അന്വേഷിക്കുന്നുണ്ട്. ഒന്നകത്തേക്ക് ചെല്ലു. ഒന്ന് ചെല്ലുമോളെ. സീത, ഞാനെന്ന് മാറി നിന്നപ്പോഴേക്കും നീ എന്നെ വിട്ടു പോകാൻ തീരുമാനിച്ചോ? അങ്ങനെ ഒറ്റയ്ക്ക് പോകാനാണെങ്കിൽ എന്റെ ഹൃദയം കൂടി കൊണ്ടുപോകണം. നിന്റെ ജീവൻ കുടിയിരിക്കുന്നത് എന്റെ നെഞ്ചില, എന്റെ ഹൃദയത്തില, എന്റെ മനസ്സിനുള്ളില. ശ്രീയേട്ടാ, എന്തിനാ ഇത് ചെയ്തത്? ആരെ തോൽപ്പിക്കാനാ? എന്നെ മാത്രം. മുഖത്ത് ഈ പരിഹാസം വേണ്ട. നീ കൂടെയില്ലാത്ത ദുഃഖം കൊണ്ട് മരിക്കാൻ തീരുമാനിച്ചതല്ല ഞാൻ. നീ ഇന്ദ്രനെ കല്യാണം കഴിച്ചോളൂ, ശല്യത്തിന് ഞാൻ വരില്ല. പക്ഷെ എനിക്ക് മറ്റൊരു ജീവിതം ഉണ്ടാവില്ല. മരണത്തിൽ നിന്നും ശ്രീയേട്ടനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ഒരു പെണ്ണ് പുറത്തു നിൽപ്പുണ്ട്. കഴിയുമെങ്കിൽ അവൾക്കൊരു ജീവിതം കൊടുക്കുക. ആത്മഹത്യ എന്ന വിട്ടിത്തത്തെക്കാൾ നല്ലത് അതാണ്. ഇന്ദ്രേട്ടാ, വാതിലൊക്കെ തുറന്നിട്ട് എവിടെ പോയി കിടക്കുക? ഏട്ടാ, ഇതെന്താ പെട്ടെന്നൊരു വരവ്? ഒന്ന് വിളിച്ചു പോലും പറയാതെ. വിളിക്കുകയൊക്കെ ചെയ്തു. വരുന്ന കാര്യം അപ്പ തീരുമാനിച്ചിരുന്നില്ല. പക്ഷെ അവിടെ ഇരുന്നപ്പോ ഇരിപ്പുറക്കണ്ടേ? കാര്യം എന്താന്ന് വെച്ചാ പറ. പറയാം. അമ്മ ഏട്ടനെ വിളിക്ക. എന്താടി? അയ്യോ, പോയി ഇന്ദ്രേട്ടാ, എല്ലാം കൈവിട്ടു പോയി. ഇന്ദ്രേട്ടൻ വേറെ കല്യാണം ആലോചിച്ച് കെട്ടുന്നേ നല്ലത്. നീ എന്തൊക്കെയാ പറയുന്നേ? സീതേച്ചി പോയമ്മേ. രാമേണ്ണനെ കാണാൻ ഇറങ്ങിപ്പോയി. അതും ഇന്ദ്രേട്ടൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും പോയി. അല്ല ഇന്ദ്രേട്ടാ? മരിക്കാൻ കിടക്കുന്ന ഒരാളെ ഒന്ന് കാണാൻ പോകുന്നില്ല എന്താ? കുഴപ്പമുണ്ട്. ഏട്ടൻ പറഞ്ഞിട്ടും അനുസരിക്കാതെ പോയില്ലേ? അപ്പൊ അതിൽ തീർച്ചയായും കുഴപ്പമുണ്ട്. നമ്മൾ നിയന്ത്രിച്ച നിൽക്കുന്ന അവസ്ഥയിലല്ല സീതേച്ചി. കല്യാണം വരെ നമ്മൾ തീരുമാനിച്ചതല്ലേ, പിന്നെന്താ? ഏത് തീരുമാനങ്ങളും മാറും അമ്മേ. രാമേട്ടന്റെ ഈ അവസ്ഥയിൽ സീതേച്ചി പതറിപ്പോവും. മുമ്പ് ഇതുപോലെ കല്യാണം തീരുമാനിച്ചിട്ട് തലേന്ന് തല ഇറങ്ങി വീണ് ഗർഭിണിയാണെന്ന് അഭിനയിച്ചതല്ലേ സീതേച്ചി? ഇന്ദ്രനെ പറ്റിക്കാൻ എളുപ്പമാ. അന്തമായിട്ട് ആരെയും വിശ്വസിക്കും. ഇത് ആപത്താ ഇന്ദ്രേട്ടാ, സൂക്ഷിച്ചോ.
മോളോട് എന്തു പറഞ്ഞു അവൻ? എന്തു പറയാൻ? ഇനി എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം? മോളെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടം അവന്. അങ്ങനൊരു സങ്കടമാണെങ്കിൽ അതിനി ഒരിക്കലും മാറാൻ പോകുന്നില്ല. ആ പേരിൽ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവൻ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിച്ചൂടെ മോക്ക്? വീണ്ടും നീ വീട്ടിലേക്ക് വരണമെന്ന് മോഹമാണ് അമ്മയ്ക്ക്. എന്നാലേ അവനൊരു ജീവിതം ഉണ്ടാവും. ഒരിക്കലും നടക്കാത്ത കാര്യം അമ്മ ആവശ്യപ്പെടരുത്. അതുകൊണ്ട് ഒരു ഫലവുമില്ല. ഒരുപാട് വൈകിപ്പോയി. നിക്ക് സീതേ, മരിക്കുമെന്നുറപ്പായ കാലത്ത് ദേവേട്ടൻ എന്റെ കൂട്ടു വേണമായിരുന്നു. പക്ഷേ ഇപ്പോ എന്റെ പ്രാർത്ഥനയുടെ പുണ്യം കൊണ്ട് കിട്ടിയ ജീവൻ സ്വയം ഇല്ലാതാക്കാൻ ശ്രമിച്ച് മരണം കാത്തു കിടക്കുമ്പോഴും ദേവേട്ടന് നിന്നെയാ കാണേണ്ടത്. നിന്നോടാ സംസാരിക്കേണ്ടത്. എന്നെക്കുറിച്ചുള്ള ഒരു ഓർമ്മ പോലും ദേവേട്ടനെ അലട്ടിയില്ല. അതുകൊണ്ട് ഇനി ഞാൻ ദേവേട്ടന് വേണ്ടി വാശി പിടിക്കില്ല. എനിക്ക് വേണ്ട. ഇപ്പം ഞാൻ കണ്ടപ്പോഴും നിന്നെക്കുറിച്ചാണ് ശ്രീയേട്ടനോട് പറഞ്ഞത്. നിനക്കൊരു ജീവിതം തരാൻ. വേണ്ട സീതേ, അങ്ങനെ പറഞ്ഞത് നിന്റെ ഔദാര്യോ, നീ വച്ചു നീട്ടിത്തരുന്ന സൗജന്യം, അതെനിക്ക് വേണ്ട. നിനക്കും വേണ്ടി ഒരു ജീവിതം. നീ എന്ത് ചെയ്യാൻ പോകുന്നു? നൈരാശ്യം മൂലം ആത്മഹത്യക്ക് ശ്രമിക്കാൻ നിന്നെയും ദേവേട്ടനെയും പോലെ വിഡ്ഢിയല്ല ഞാൻ. ജാനകി ജീവിക്കും, കരുത്തോടെ, കരളുറപ്പോടെ.